നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുമ്പെന്തോ ഞാൻ ചെയ്യാനിരുന്ന ആ സൽക്കർമ്മം ഇപ്പൊ ഇവിടെ വെച്ച് ചെയ്യാൻ പോവാ. അവന്തിക എന്ന രാക്ഷസ ജന്മത്തിനെ അവസാനിപ്പിക്കാൻ പോവാ. ഇപ്പോ ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല. അതല്ലേ കൊല്ലുന്നതിന് തൊട്ടുമുമ്പുള്ള അവന്തികയുടെ സത്യപ്രതിജ്ഞ. നീ ജീവിക്കണ്ട. നന്ദേട്ടാ വേണ്ട, എനിക്കൊരു അബദ്ധം പറ്റിയതാ. പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. നന്ദേട്ടാ നന്ദേട്ടാ വേണ്ട. ഞാനൊന്ന് മുന്നോട്ടാഞ്ഞ ചത്ത് മലച്ച് കിടക്കും നീ ഇവിടെ. ഇനി എന്നെയോ ഇവിടെ ആരെങ്കിലുമോ നിനക്ക് കൊല്ലാൻ തോന്നുമ്പോ ഇത് നിന്റെ മനസ്സിലുണ്ടാവണം. ഒരിക്കൽ കൂടി നീ ഇതിന് ശ്രമിച്ചാൽ ഇപ്പൊ കാണിക്കുന്ന ഈ സൗജന്യം ഇനി ഉണ്ടാവില്ലെന്ന കാര്യം ഓർമ്മയിൽ വച്ചേക്കണം. എൻ്റെ ഈശ്വര, ആഭരണത്തിന്റെ കാര്യം സച്ചേട്ടൻ മറന്നുപോയി കാണണേ. താനെന്ത് വാതിൽക്ക് തന്നെ നിൽക്കുന്നേ? ഇനി എന്റെ അനുവാദം ഉണ്ടെങ്കിൽ അകത്തേക്ക് വരത്തോളോ? ഹലോ അർച്ചന മേഡം. ആ അപ്പൊ ബോധമുണ്ട്. ഞാൻ കരുതി ബോധം പോയി വാതിൽക്ക് തന്നെ നിൽക്കാന്ന്. സച്ചേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് എപ്പോ ഇറങ്ങും? എന്താ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താ പുറത്തെല്ലാം പോണോ? പുറത്തൊന്ന് പോണായിരുന്നു. എങ്കിലേ ഞാൻ നേരത്തെ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ അത് വേണ്ട. അതല്ല, എനിക്ക് 2-3 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോണായിരുന്നു. ഞാൻ തന്നെ പൊയ്ക്കോളാം. ആ തന്റെ ഇഷ്ടം പോലെ. ആ എങ്കിൽ പിന്നെ അന്നത്തെ പോലെ ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കൊറേ ദിവസം ആയല്ലോ അങ്ങനെ ചോറൊക്കെ വാരി തന്നിട്ട്. അതിന് ഓഫീസിൽ പോണോ? ഇവിടെ ആയാലും പോരെ? അത് മതി, എവിടെ ആയാലും മതി. എന്നാലേ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്റെ ഈശ്വര, കാത്തു. എന്താ സച്ചേട്ടാ? എന്റെ ഈശ്വര, കാത്തു. എന്താ സച്ചേട്ടാ? തനിക്ക് ഭയങ്കര മറവിയാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ രാത്രി ഞാൻ തന്നോട് എന്താ പറഞ്ഞേ?
എന്താ? തന്റെ ഓർണമെന്റ്സ് എല്ലാം ബാങ്കിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്താ തനിക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. എന്നിട്ടാണ് എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നത്. നല്ല ആളോടെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നത്. താൻ അതല്ല ഇങ്ങെടുത്തെ. ഹലോ, തനിക്കിത് എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ ഇങ്ങെടുക്ക്. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നമ്മളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എഴുതിക്ക് തരുന്ന വാക്ക. എഴുതി ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. തന്റെ മുഖം കണ്ടാ തോന്നും ഇത് ഞാൻ വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുപോകണമെന്ന്. എടോ, ഇത് ലോക്കറിലുണ്ടാവും. എപ്പോ വേണോന്ന് തനിക്ക് തോന്നിയാലും താൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പോ എടുത്തുതരാം. താനിത് സന്തോഷത്തോടെ തരുമോ? ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സ്വഭാവം തനിക്കുണ്ടല്ലോ. കയ്യിലിരിക്കുന്ന സ്വർണം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു വിഷമം. എന്നാ ഞാൻ ഇറങ്ങുവാണേ. പോട്ടെ. ആ എടോ, ഇതൊന്ന് പിടിച്ചേ. ഹലോ ആനന്ദ്. അതിപ്പോഴാണ് ആനന്ദ് പറയുന്നേ. ആനന്ദിനോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറയരുതെന്ന്. നന്ദേട്ടൻ വന്നിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയത് അറിയാലോ തനിക്കത്. ചുമ്മാ ഒരു തലവേദന ഉണ്ടാക്കി വെക്കാനായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.